ഞാനിപ്പോൾ ഒരു 3 റെഗുലേറ്റർ കാണിക്കുന്നുണ്ട്. ഭാരത് ഗ്യാസിൻ്റെ ഉണ്ട്, HP ഗ്യാസിൻ്റെ ഉണ്ട്, ഇൻഡേൻ്റെ ഗ്യാസിൻ്റെ റെഗുലേറ്ററും ഉണ്ട്. ഇതൊരു ഭാരത് ഗ്യാസിൻ്റെ സിലിണ്ടറാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് ഗ്യാസ് സിലിണ്ടറാണോ നമ്മുടെ വീട്ടിലുള്ളത്, അതായത് ഭാരതിൻ്റെ, HP-യുടെ, ഇൻഡേൻ്റെ ഏതിൻ്റെ ആയിക്കോട്ടെ, റെഗുലേറ്റർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് അതാത് കമ്പനികളുടെ റെഗുലേറ്റർ തന്നെ ഉപയോഗിക്കണം. വേറെ ഒരു കമ്പനിയുടെ റെഗുലേറ്ററും അതിൻ്റെ അകത്ത് ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു തരാം. പെട്രോളിയത്തിൻ്റെ ഒരു റെഗുലേറ്ററാണ്. ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് ഷെയ്ക്കിനകത്ത് കാണിക്കുന്നില്ല. അതായത് കറക്റ്റ് സീറ്റിംഗ് ആണെന്ന് അർത്ഥം. ഇപ്പോൾ ഭാരത് ഗ്യാസ് കുറ്റിക്കകത്ത് നമ്മൾ HP-യുടെ ഗ്യാസിൻ്റെ റെഗുലേറ്റർ വെച്ചേക്കണം. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഇളക്കം താരതമ്യേന കുറച്ച് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ ഇൻഡേൻ്റെ റെഗുലേറ്ററാണ് വെച്ചേക്കുന്നത്. ഈ റെഗുലേറ്ററിന് കണ്ട ഇളക്കം താരതമ്യമല്ല, നല്ല രീതിയിൽ കൂടുതലാണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിസ്സാരമായിട്ട് വിട്ടുകളയുന്ന ചില കേസുകളാണ്. ഏത് സിലിണ്ടറാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെ റെഗുലേറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ ഏത് കമ്പനിയുടെ സിലിണ്ടറാണോ ഉപയോഗിക്കുന്നത് അതേ കമ്പനിയുടെ തന്നെ റെഗുലേറ്ററും ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണത്.